രാവിലെ 7 മണിയായപ്പോ തന്നെ സുനിലായിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായ 7:30 ട്രെയിൻ വന്നത്. കുറെ നാൾക്ക് ശേഷം വീട്ടിലേക്ക് പോകേണ്ട സന്തോഷമുണ്ട്, എന്നാൽ വിനുവിനെ കാണാത്തിന്റെ വിഷമമുണ്ട്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ വീട്ടിലേക്ക് പോണേ. ഈ ട്രെയിൻ വളരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എറണാകുളം എത്തിയപ്പോ ബാലച്ചേട്ടൻ തന്നെ പാർസൽ എന്റെ കൈ തന്നിട്ടുണ്ട്. അത്രയും നേരം ചത്തുകുത്തിയിരുന്ന ഞാൻ അവള് വന്നപ്പോ അങ്ങോട്ട് ഓണായിട്ടാ. കുറെ നാൾക്ക് ശേഷം വീട്ടിലേക്ക് പോകണോണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുള്ളേ. കുറച്ചു നേരം ഇരുന്ന് കളിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണ് കിടന്നുറങ്ങി. പിന്നെ നമ്മൾ തൃശ്ശൂർ എത്താറായപ്പോഴേക്കും അവളെ എഴുന്നേറ്റിട്ടുണ്ടായി ഉറക്കത്തിന്ന്. എഴുന്നേറ്റ് കഴിഞ്ഞാല് കുറെ നേരം ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ അവളെ നോക്കിയിരിക്കുവേ. 1 മണിയായപ്പോ തന്നെ തൃശ്ശൂർ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായി. അവിടുന്ന് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള ബസ് അങ്ങോട്ട് കയറിയിട്ടാ. ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മുടെ വീട്. അതുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും ബസ്സിൽ ആരും ഉണ്ടായില്ല കേട്ടോ. നേരെ അച്ഛന്റെ അടുത്താട്ട ബസ് ഇറങ്ങിയത്. അച്ഛനെ കണ്ടു കഴിഞ്ഞാല് അവൾക്ക് എവിടുന്നൊക്കെ അറിയില്ല, സങ്കടം അങ്ങോട്ട് വരും കേട്ടോ. അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോയത് പ്രചരണ വണ്ടിയിലായിരുന്നേ. പാട്ടൊക്കെ വെച്ച് നല്ല വൈബ് അടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായേ. ഇത് എന്റെ വീട് തന്നെയാണോ അതോ പാർട്ടി ഓഫീസ് ആണെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ച് നിന്ന് പോയിട്ടോ. രാവിലെ തന്നെ വീട്ടിൽ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നേ. ആദ്യം തന്നെ വല്ല മിണിങ്ങിട്ടാവാൻ ബാക്കി പരിപാടി വെച്ചിട്ടോ. അമ്മാമ്മയും മോളും കൂട്ടി ഇവിടെ കിടന്ന് നല്ല കളിയാണ്. ഇനി കുറച്ച് ദിവസം ഇവിടുത്തെ വീഡിയോ കാണാട്ടാ. ബൈ.